വെൽക്കം ടു എൽസി രുചി ടേബിൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കാബൂളി കടല കറിയാണ്. അതിൻ്റെ കൂടെ പൂരിയും തയ്യാറാക്കുന്നുണ്ട്. നമുക്ക് കാണാം. നമ്മൾ ഈ കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് അത് കുക്കറിലിട്ട് ഒരു 4 വിസിൽ വന്നു കഴിഞ്ഞാൽ ഒരുവിധം വെന്ത് കിട്ടും. ചൂടാക്കി 2 ടേബിൾ സ്പൂണ് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സബോള കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. രണ്ട് 3 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയതാണ്. മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് കാബൂളി കടലയാണ്, നമുക്ക് കറിയായിട്ട് ഉണ്ടാകും. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വയ്ക്കുക. ഒരു തക്കാളി കട്ട് ചെയ്ത് അരച്ച് വെച്ചതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം. വണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാവുന്ന കറിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഒഴിച്ചു കൊടുക്കും. 4 വിസിലടുപ്പിച്ച കടലയാണിത്. ഈ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ കടല തയ്യാറായി കഴിഞ്ഞു. ഇത് പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയാണ്. അതിന് 2 കപ്പ് ഗോതമ്പ് മാവ് ഇട്ടു. കാൽ ടീസ്പൂണ് ഉപ്പ്, 1/2 ടേബിൾ സ്പൂണ് ഓയിൽ. ഇനി നമ്മൾക്ക് അത് വെള്ളം ഒഴിച്ച് കുഴച്ച് കൊടുക്കാം. വെള്ളം കുറേശ്ശെയായി ചേർത്ത് കുഴയ്ക്കണം. ഇനി ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്ക് പരത്തിയെടുക്കാം.
ഇനി നമ്മൾക്ക് ഇത് പരത്തിയെടുക്കാം. ഇത് പരത്തി കഴിയുമ്പോഴേക്കും നമുക്ക് ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. നമ്മുടെ ഓയിൽ നന്നായി ചൂടായി. ഇനി നമുക്ക് ഓരോ പൂരിയായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് കോരിയെടുക്കാം. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.